بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ശിശുപരിപാലനം എന്ന നമ്മുടെ വിഷയത്തിലെ നാമകരണം എന്ന വിഷയമാണ് ഇനി പറയാൻ പോകുന്നത്. അതായത് കുഞ്ഞ് പ്രസവിക്കപ്പെട്ടത് മുതൽ ചെയ്യേണ്ട പ്രാഥമിക കർമ്മങ്ങളെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസവാനന്തര കർമ്മങ്ങളെ കുറിച്ച് വാങ്ങു വിളിക്കലും കാവത്ത് കൊടുക്കലും മന്ത്രിക്കലും മധുരം കൊടുക്കലും എല്ലാം നമ്മൾ പറഞ്ഞു. മുലപ്പാലുമായി ബന്ധപ്പെട്ട പ്രഥമ മുലപ്പാലും ശേഷം മുലപ്പാൽ കൊടുക്കേണ്ടതിന്റെ ഇസ്ലാമികമായ വീക്ഷണവും എല്ലാം നമ്മൾ വിശദീകരിച്ചു. ഇനി ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണല്ലോ കുട്ടിക്ക് പേരിടുക, മുടി കളയുക, അതുപോലെ താഹീക്കത്തറക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം. ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പേരിടുക എന്നതും താഹീക്കത്ത് അറക്കലും മുടി കളയലും ഒക്കെ ബന്ധപ്പെട്ട് കുറെ തെറ്റിദ്ധാരണകൾ, വിവരമില്ലായ്മ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചതുകൊണ്ട് ഈ വിഷയം നന്നായി നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും ചെയ്യണമെന്ന് അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമായി പേരിടുക എന്നത്, നാമകരണം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാമകരണം എന്ന് പറയുന്നത്, പേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി, ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ കുഞ്ഞ് ജീവനില്ലാതെ ചാപ്പിള്ളയായി മരിച്ചുകൊണ്ടാണ് കുഞ്ഞ് പ്രസവിക്കപ്പെട്ടതെങ്കിൽ പോലും ആ ജീവനില്ലാത്ത കുഞ്ഞിനും പേരിടൽ സുന്നത്തുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? ഈ കുഞ്ഞിനെയും നാളെ മഹ്ശറിൽ വിളിക്കപ്പെടുന്നത്, ഏതൊരു വ്യക്തിയെയും ഏതൊരാളെയും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ മഹ്ശറിലേക്ക് അവന്റെ പേര് വിളിക്കപ്പെടും. അപ്പോ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ 4 മാസം പ്രായമായതിനു ശേഷം, ഗർഭത്തിൽ 4 മാസം പൂർത്തിയായതിനു ശേഷമാണെങ്കിൽ, അതിനുശേഷം 4 മാസമാകുമ്പോഴാണല്ലോ ഒരു മനുഷ്യന്റെ രൂപം പൂർണ്ണമായി ഗർഭത്തിൽ പ്രാപിച്ച് റൂഹ് ഊതപ്പെടുന്നത്. 120 ദിവസം ഗർഭത്തിലെ ആദ്യത്തെ ഘട്ടം, ആദ്യത്തെ 4 മാസം പൂർത്തിയാകുമ്പോഴാണല്ലോ റൂഹ് ഊതപ്പെടുകയും ജീവൻ നൽകപ്പെടുകയും ചെയ്യുന്നത്. അപ്പൊ 4 മാസം ഗർഭം പൂർത്തിയായ ഒരു സ്ത്രീ കുഞ്ഞിന് ജീവനില്ലാതെ പ്രസവിച്ചു. ചിലപ്പോൾ 8-ാം മാസം പ്രസവിച്ചു, അല്ലെങ്കിൽ 7-ാം മാസം പ്രസവിച്ചു, അല്ലെങ്കിൽ ഗർഭം പൂർത്തിയായി 9 മാസം കഴിഞ്ഞ് 10-ാം മാസം തന്നെയാണ് പ്രസവിച്ചത്. പക്ഷെ ജനിച്ചപ്പോൾ കുഞ്ഞിന് ജീവനില്ല, അല്ലെങ്കിൽ ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് മരിച്ചു. ഇങ്ങനെയൊക്കെ ആവാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ കുട്ടിക്ക് പേരിടൽ സുന്നത്തുണ്ട്. ആ കുട്ടി കാരണം പറഞ്ഞത് ഹദീസിൽ കാണാം, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുകയാണ്, ആ കുട്ടി നാളെ മഹ്ശറിൽ വിളിക്കപ്പെടാൻ പേരില്ലാതിരിക്കും. പേരിടുക എന്നത് പ്രത്യേക സുന്നത്താണ്. അതുകൊണ്ട് തന്നെ പേരിടുമ്പോൾ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് പേരിടേണ്ടത്, എന്ത് തരം പേരാണ് ഇടേണ്ടത്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും കുഞ്ഞ് ജനിച്ച് പ്രസവിക്കപ്പെട്ടതിന്റെ 7-ാം ദിവസമാണ് പേരിടലും അഖീഖത്തറക്കലും അതുപോലെ തന്നെ മുടി കളയലും ഒക്കെ സുന്നത്തുള്ളത്. അതിന്റെ ക്രമം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പലരും തെറ്റിദ്ധരിച്ചത്, മുടി കളയുന്ന സമയത്ത് കുട്ടിയുടെ തലയിൽ കത്തിയും അഖീഖത്തറക്കുമ്പോൾ കഴുത്തിൽ കത്തിയും ഒരുമിച്ച് വെക്കണം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. രണ്ടും അങ്ങനെ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് എന്ന്. അത് ശരിയല്ല, ഇസ്ലാമികമായി ശരിയല്ല, അത് തെറ്റാണ്. ഇസ്ലാമികമായിട്ട് അത് സുന്നത്തിനെതിരാണ്, അത് അനാചാരമാണ്. ആദ്യമായി പേര് വെക്കുകയാണ് വേണ്ടത്. 7-ാം ദിവസം ഇൻഷാ അല്ലാഹ് അത് അഖീഖത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുമ്പോൾ അതും അവിടെ പറയാം. ഒറ്റ വാക്കിൽ പറയുകയാണ്, ആദ്യം നാമകരണം ചെയ്യുക, അതായത് പേരിടുക, പിന്നെ അഖീഖത്ത് ഇറക്കുക, പിന്നെ മുടി കളയുക. ഈ 3 ഓർഡർ ക്രമപ്രകാരമാണ് 7-ാം ദിവസം ചെയ്യേണ്ടത്. 7-ാം ദിവസം ഒരു കാര്യം മനസ്സിലായി, പേരിടേണ്ടത് 7-ാം ദിവസമാണ്. 7-ാം ദിവസമാണ് പേരിടേണ്ടത്. 7-ാം ദിവസം എന്ന് പറഞ്ഞ കണക്കൂട്ടൽ എങ്ങനെയാണ്?
പ്രസവിച്ച ദിവസം ഒന്നാമത്തെ ദിവസമായി കണക്കൂട്ടണം. ഇന്ന് ഉദാഹരണത്തിന് ഇന്ന് ഒരു ദിവസം, ഇന്ന് തിങ്കളാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച പ്രസവിച്ചു നോക്കുക. തിങ്കളാഴ്ച പ്രസവിച്ചാൽ തിങ്കൾ 1, അത് 1 കൂട്ടുന്നു. ചൊവ്വ 2, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. അടുത്ത ഞായറാണ് 7ാം ദിവസം. അപ്പൊ പ്രസവിക്കപ്പെട്ട ആ പ്രസവിച്ച ദിവസത്തെ ഒന്നാമത്തെ ദിവസമായി കണക്കൂട്ടണം. അങ്ങനെയാണ് 7ാം ദിവസം. ഏതാണെങ്കിലും 7ാം ദിവസം നമ്മൾ അഖീഖത്ത് അറുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിലാണ് 7ന്റെ അന്ന് പേരിടൽ സുന്നത്തുള്ളത്. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവൻ 7ന്റെ അന്ന് അഖീഖത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ ബാബും ഇഖാമത്തും കൊടുത്ത് പൊക്കിൾ കൂടി മുറിച്ചു കഴിഞ്ഞാൽ തഹ്നീഖ്, അതായത് മധുരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പേരിടുകയാണ് വേണ്ടത്. അതാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പൊ പേര് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ തന്നെയാണ്. കാരണം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പ്രസവിച്ചാൽ 2 ദിവസം കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരുന്നതിന് മുമ്പ് തന്നെ പേരൊക്കെ അവിടെ എഴുതി കൊടുക്കുന്ന ആളുടെ സൗകര്യമുള്ളത്, രേഖയും മറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടാക്കാൻ. അപ്പോ ഒരാള് അഖീഖത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ പേരിടുക എന്നാണ് ഉത്തമം എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഇനി അതല്ല, അഖീഖത്ത് അറുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ 7ന്റെ അന്നാണ് പേരിടേണ്ടത്. ആ സമയം അഖീഖത്തിന്റെ സമയം, അഖീഖത്ത് അറക്കേണ്ട സമയമൊക്കെ വിശദീകരിക്കുമ്പോൾ അപ്പോൾ പറയുകയും ചെയ്യും 7ന്റെ അന്നാണ് പേരിടേണ്ടത്. അപ്പൊ പിന്നെ ഈ പേര് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ നേരത്തെ തന്നെ അഖീഖത്ത് അറക്കാൻ ഉദ്ദേശമുള്ള ആളുകൾ തന്നെ പേര് കണ്ടുവെക്കുന്നതിന് തെറ്റില്ല. നമ്മൾ ആ പേര് ചിലപ്പോൾ രേഖയിൽ ചേർക്കാൻ വേണ്ടി കണ്ടിച്ച് രേഖയിലേക്ക് എഴുതി കൊടുത്തു ആ പേര് പ്രഖ്യാപിക്കുകയും പേരിടുന്നതും 7ന്റെ അന്ന് ആവുകയും ചെയ്യുക എന്നതാണ് അതിന്റെ കാര്യം. ഏതാണെങ്കിലും പേരിടുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു വ അൻ യുഹ്സിന അദബഹു. ഒരു കുഞ്ഞിന് തന്റെ പിതാവിൽ നിന്നും കിട്ടേണ്ട അവകാശമാണ്. അതായത് ഒരു ഉപ്പക്ക്, ഒരു രക്ഷിതാവിന് കുട്ടിയോടുള്ള ബാധ്യതയാണ്, കടമയാണ് നല്ല പേരിടുക എന്നത്. അതുപോലെ അവന് നല്ല മര്യാദ പഠിപ്പിക്കുക എന്നത്. ഈ രണ്ടും മാതാപിതാക്കൾ മക്കളോട് കാണിക്കേണ്ട കടമയാണ്. നമ്മളെല്ലാവരും മാതാപിതാക്കളോട് മക്കൾ കാണിക്കേണ്ട ബാധ്യത, മക്കൾക്ക് ഉമ്മയോടുള്ള ബാധ്യതകളെ നമ്മളെപ്പോഴും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മക്കളോട് മാതാപിതാക്കൾക്ക് ബാധ്യതയുണ്ട്, മക്കളോട് കടമയുണ്ട്. ആ കടമ എവിടെയാ തുടങ്ങുന്നത്? പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ. മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദ്, രക്ഷിതാവിന് മക്കളോടുള്ള ബാധ്യതയാണ്, കടമയാണ്. എന്നാണ് കടമ? നല്ല പേരിടുക എന്നത്. നല്ല പേരിടണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചു നല്ല പേര്. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ലാഹ് എന്നതും അബ്ദുറഹ്മാൻ എന്നതുമാണ്. അബ്ദുല്ലാഹ് എന്നതും അബ്ദുറഹ്മാൻ എന്നതുമാണ് പേര് പഠിപ്പിക്കപ്പെട്ട ഹദീസിൽ കാണാൻ. വേറെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മുഹമ്മദ്, അഹമ്മദ് തുടങ്ങിയ പേരിന്റെയൊക്കെ മഹത്വം ഒക്കെ ഹദീസിൽ കാണാം. അപ്പൊ നല്ല പേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പേര് നല്ലതായിട്ടില്ലെങ്കിൽ, പേര് ദുസ്സൂചകമായ പേരായി കഴിഞ്ഞാൽ, നല്ല അർത്ഥമല്ലെങ്കിൽ അതിൽ ബറക്കത്ത് കുറയുമെന്ന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ പേര് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് സ്വഹാബത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഭാര്യമാര്, പത്നിമാരുടെ തന്നെ ചിലരുടെ പേരൊക്കെ മാറ്റിയത് കാണാം. പേര് മാറ്റിയിട്ടുണ്ട്. ആ പേര് വേണ്ട. അവരുടെ ജാഹിലിയ്യ കാലത്ത് ഇസ്ലാമിക്ക് വരുന്നതിന് മുമ്പ് ആ പേരായിരുന്നു, അത് മാറ്റി. സ്ഥലത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. അതെന്താ കാരണം? പേരിലുണ്ട് ഗുണം. എന്താ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കും ചില ആൾക്ക്. പേരിലുണ്ട് പലതും ഇരിക്കുന്നു. പേരിൽ നമ്മുടെ ഇസ്ലാമിന്റെ ഷിയാറളക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് മദീനത്തേക്ക് വന്നപ്പോ, ഹിജറ വന്നപ്പോ, മദീനയുടെ ആദ്യത്തെ പേരെന്താ? യസ്രിബാണ്. യസ്രിബ് എന്ന പേരിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി. യസ്രിബ് എന്ന പേര് മാറ്റിയിട്ട് മദീന എന്ന പേര് വെച്ചു. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഗുണമുള്ള അർത്ഥമല്ല എന്നത്, ഒരു നല്ല അർത്ഥമല്ല, ഒരു ദുസ്സൂചനയെ അറിയിക്കുന്നു, അല്ലെങ്കിൽ നാശത്തെ അറിയിക്കുന്നു. അപ്പൊ പേര് മാറ്റി മദീന എന്നാക്കി. അപ്പൊ നല്ല പേരുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ കാണാം. നബി തങ്ങൾ ഒരിക്കൽ ചോദിച്ചു,
എന്റെ ഈ ഒട്ടകത്തെ ആരാണെന്ന് ഗൈഡ് എന്ന് നയിക്കുക, ഈ ഒട്ടകത്തെ കയർ പിടിക്കാൻ പറ്റിയ ഒരാൾ വരി ലീഡറാണെന്ന്, ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒരു ആളുകൊണ്ട് വന്നു. അപ്പൊ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒരു സ്വഹാബി കൊണ്ട് വന്നു, ഇനി ഞാൻ പിടിച്ചോളാം. അവൻ നബി തങ്ങൾ ചോദിച്ചു മസ്മുഖ്, ഇതിന്റെ പേരെന്താ? അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു ഈ വേണ്ട, വേറെ ആരാളുള്ളത്? അപ്പോ വേറെ ആള് നബി ഞാൻ പിടിച്ചോളാം. അപ്പൊ ചോദിച്ചു എന്റെ പേരെന്താ? അപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. നബി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. മൂന്നാമത് വേറെ ആള് പറഞ്ഞു, വിളിച്ചു ചോദിച്ചു വേറെ ആള് വന്നു, നബി ഞാൻ പിടിച്ചോളാം, പേരെന്താ? ആ പേര് ഇഷ്ടപ്പെട്ടു. നീ പിടിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആദ്യത്തെ ആളുകളുടെ ആ പേര് തന്നെ ഒരു അർത്ഥമില്ലായിരുന്നു, അർത്ഥമില്ലാത്തത്. നബി തങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ നബി തങ്ങൾ അതിനോട് അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല പേര് ഇടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദന അലി റളിയല്ലാഹു അൻഹുവിന് കുഞ്ഞ് ജനിച്ചു, ഫാത്തിമ ബീവിക്ക് കുഞ്ഞ് ജനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചെന്നു. കുഞ്ഞ് ജനിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ ഹസൻ എന്ന കുട്ടിയാട്ടോ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിന്റെ മക്കളാണ്, അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ എത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാട്ടോ, സ്വഹാബി അലി റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു അറൂനി ബിനി മാ സമ്മൈതു, എവിടെ എന്റെ കുട്ടി? നബി തങ്ങളുടെ പേരക്കുട്ടിയാണ്, എന്റെ കുട്ടി എന്താ നിങ്ങൾ പേര് വെച്ചത്? അപ്പോ അവര് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ പറഞ്ഞു ഹർബ, ഞാൻ ഹർബ് എന്ന് പേര് വെച്ചു. ഹർബ് അക്കാലത്ത് അങ്ങനെയൊക്കെ പേരുണ്ടല്ലോ. ഹർബ് എന്ന് പറഞ്ഞാൽ എനിക്ക് യുദ്ധം എന്നൊക്കെ അർത്ഥം, യുദ്ധം. ഹർബ് അന്നൊക്കെ യുദ്ധം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേര്, അത്തരം പേരുകളൊക്കെ വ്യാപകമാണല്ലോ. അപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹർബ് എന്ന് വരെ ഇട്ടത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബൽ ഹുവ ഹസൻ, ഏയ് ഹർബൊന്നുമല്ല, ഇത് ഹസനാണ് എന്ന് പേര് മാറ്റി. അങ്ങനെ അടുത്ത കുഞ്ഞുണ്ടായി, ഹുസൈൻ എന്ന കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിന് ആദ്യം കുഞ്ഞ് ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു ചോദിച്ചു എന്താണ് കുട്ടിക്ക് പേരിട്ടത്? അപ്പോഴും അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഞാൻ സമ്മൈതുഹു ഹർബ, ഞാൻ ഹർബ് എന്ന് പേര് വെച്ചു. അലി റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ആ പേര് വെക്കാൻ പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരിക്കാം. നമുക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, നമുക്ക് എല്ലാത്തിനും ആഗ്രഹം ആ പേരിടുക എന്നുള്ളത്. അങ്ങനെ ഹർബ് എന്ന് പേര് വെച്ചു, മുമ്പത്തെ അതേ പേരാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഏയ് ബൽ ഹുവ ഹുസൈൻ, അത് ഹുസൈനാണ്, ഇത് നമ്മൾ ഹുസൈൻ ഇല്ലേ. അപ്പൊ ഒന്നാമത്തേന് ഹസൻ ഇട്ടു, രണ്ടാമത്തത് ഹുസൈൻ ഇട്ടു. അങ്ങനെ പിന്നീട് വേറെ കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതേപോലെ എന്റെ പേര് അപ്പോൾ ഇതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയെ ഹർബ് എന്നാണ് പേര് വെക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു അല്ലല്ല, ബൽ ഹുവ മുഹ്സിൻ, ബൽ ഹുവ മുഹസ്സിൻ എന്നും മുഹ്സിനാണെന്ന് പറഞ്ഞു. മുഹ്സിൻ അല്ലെങ്കിൽ മുഹസ്സിൻ എന്നും ഏതാണെങ്കിൽ അങ്ങനെ പറഞ്ഞു. മുഹസ്സിൻ എന്നും കാണുന്നുണ്ട് ചില കിതാബുകളിൽ, മുഹ്സിനാണെന്ന് പറഞ്ഞു. പേര് മാറ്റി. അപ്പൊ ഒന്ന് ഹസനാക്കി, ഹുസൈൻ മുഹ്സിൻ, ഹസൻ ഹുസൈൻ മുഹസ്സിൻ, ഈ 3 പേരാക്കി മാറ്റി. ആദ്യം പേരിട്ടത് ഹർബായിരുന്നു. പേരിനെങ്കിൽ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എന്താ പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കരുത്, പേരിലുണ്ട്. പേര് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ മരണം വരെ അഭിസംബോധന ചെയ്യപ്പെടുന്ന ഒരാള് ആ പേരുമഴാണ്. അപ്പൊ സമൂഹത്തിൽ അദ്ദേഹത്തിന്റെ മാന്യതയും വ്യക്തിത്വവും അദ്ദേഹം ഇസ്ലാമികമായിട്ടുള്ള ഒരു ഇസ്ലാമിക ശിആറൊക്കെ അളക്കപ്പെടുന്നത് പേരിലാണ്. അപ്പൊ നമ്മൾ പേര് കൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൂടെ? ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ആ വീട് ഒറ്റയടിക്കൽ കണ്ടാൽ ഇത് ആരാ, ഇതൊരു മുസ്ലിമിന്റെ വീടാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ വീടിന് മുന്നിലൊക്കെ അതിന്റെ അടയാളവും ശിആറുകളൊക്കെ കാണുകയാണ്. ഒരു പേര് കേട്ടാൽ തന്നെ നമ്മുടെ മക്കൾക്ക് ഒരു മുസ്ലിമായ നല്ലൊരു മനുഷ്യൻ എന്ന് ബോധ്യപ്പെടണം. നമ്മുടെ ഇസ്ലാമിക അന്തരീക്ഷം പേര് കൊണ്ട് തന്നെ ബോധ്യപ്പെടണം. അപ്പൊ ഇങ്ങനെ ഹസൻ ഹുസൈൻ മുഹ്സിൻ എന്ന് പേരിട്ടു. എന്നിട്ട് പറയാണ് ഇനി സമ്മൈതുഹും അസ്മാ ഹാറൂൻ, ഞാൻ ഹാറൂൻ നബിയുടെ മക്കൾക്കിട്ട പേര് പോലെ ഞാൻ പേരിട്ടത്. അതിന്റെ പേര് ബഷർ ബുഷൈർ മുബശ്ശിർ എന്ന് പറഞ്ഞു. ഒരേപോലെ ബഷർ ബുഷൈർ മുബശ്ശിർ, അതേപോലെ ഹസൻ ഹുസൈൻ മുഹസ്സിൻ എന്ന്. ഇതിന്റെ കാര്യം മനസ്സിലാക്കാം. നമുക്ക് നമ്മുടെ ഒരു ആളുടെ കുട്ടികൾ, ഒന്നിലധികം കുട്ടികൾക്ക് 2, 3, 4 മക്കൾക്ക്, മക്കൾക്ക് ഒരേ പേര് ഒരേ മോഡൽ പേരിടാൻ പറ്റുമോ? തെറ്റൊന്നുമില്ല. പക്ഷെ അർത്ഥത്തിൽ തെറ്റുണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ നമ്മൾ ചില ഉമ്മാരും ഉപ്പാരൊക്കെ അങ്ങനെ നോക്കാറുണ്ട്. കുറെ മക്കൾക്ക് എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ഒരേ സാദൃശ്യമായ പേരുകളില്ല, കുഴപ്പമില്ല. ഒരു ഉദാഹരണമാണുള്ളത് ഹസൻ ഹുസൈൻ മുഹ്സിൻ ബഷർ ബുഷൈർ മുബശ്ശിർ, നല്ല പേരുകളാണ്.
അതൊന്നും കുഴപ്പമില്ല. എന്നാൽ അതേസമയത്ത് അർത്ഥം നോക്കാതെ അതേ ഒരു വാക്കിൽ യോജിക്കാൻ മാത്രം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരാൾക്ക് ഹാനിയ നിൽക്കും, ഹാനിയ, ഒരു പെൺകുട്ടിക്ക് ഹാനിയ, നല്ല പേര് ഹാനിയ, ദയവുള്ളവൾ എന്നൊക്കെയാണ് അർത്ഥം. മറ്റൊക്കെ നാജിയ നിൽക്കും, കുഴപ്പമില്ല, നല്ല പേര് ഹാനിയ, നാജിയ, നാജിയ രക്ഷപ്പെട്ടത്. മറ്റൊരു ജാനിയ നിൽക്കും, എന്നതിന്റെ അർത്ഥം തെറ്റുകാരി, തെറ്റ് ചെയ്യുന്നവൾ. മറ്റൊരു ഫാനിയ നിൽക്കും, നശിച്ചവൾ. അപ്പൊ നിയാനിയ എന്നാകാൻ വേണ്ടിയിട്ട് ഫാനിയ, ജാനിയ എന്നൊക്കെ വിടരുത്. അർത്ഥം നോക്കണം, അർത്ഥം യോജിക്കുകയും നല്ല അർത്ഥമാവുകയും ചെയ്യുക എന്നതാണ്. അപ്പൊ നല്ല പേരിലാണ് നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ മക്കളോടുള്ള ബാധ്യത നിർവഹിക്കാത്തവരായി നമ്മൾ മാറുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പേര് മുഹമ്മദ് എന്ന പേര്, അതുപോലെ തന്നെ അഹ്മദ് എന്ന പേര്, ഈ പേരിന് വലിയ മഹത്വമുണ്ട്. മുഹമ്മദ് എന്ന പേരിടുന്നവർക്ക് വലിയ മഹത്വം ഹദീസിൽ കാണാം. യൂഖഫു അബ്ദാനി, യൂഖഫു അബ്ദാനി ഇസ്മു അഹദിഹിമാ അഹ്മദ് വൽ ആഖിറു മുഹമ്മദ്. രണ്ട് അടിമകളെ നാളെ മഹ്ശറിൽ കൊണ്ടുവരപ്പെടും. മഹ്ശറിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഒരാളുടെ പേര് മുഹമ്മദ് എന്നും മറ്റേ ആളുടെ പേര് അഹ്മദ് എന്നുമാണ്. ഒരാളുടെ പേര് മുഹമ്മദ്, മറ്റാള് അഹ്മദ്. ഈ രണ്ടുപേരോടും സ്വർഗത്തിലേക്ക് അവരെ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മലക്കുകളോട് പറയും, അല്ലാഹു ആജ്ഞാപിക്കും. അപ്പൊ ഈ രണ്ടുപേരും ചോദിക്കും, പടച്ചറബ്ബേ, ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ കടക്കുന്നത്? ഞങ്ങൾ അതിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ എന്ത് കർമ്മം കൊണ്ടാണ് ഞങ്ങൾ ഈ സ്വർഗത്തിൽ കടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, ഉദ്ഖുലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടക്കുക. ഫഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ യദ്ഖുലന്നാറ മൻ ഇസ്മുഹു അഹ്മദ് ഔ മുഹമ്മദ്. അഹ്മദ് എന്നോ മുഹമ്മദ് എന്നോ പേരുള്ള, എന്റെ ഹബീബിന്റെ പേരുള്ള ഈ അഹ്മദ്, മുഹമ്മദ് എന്നീ പേരുള്ളവരെ നരകത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് ഞാൻ കട്ടായം ചെയ്തിരിക്കുന്നു, ഞാൻ സത്യം ചെയ്തിരിക്കുന്നു, ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുമെന്ന് ഹദീസിൽ കാണാം. അപ്പൊ ആ ഉദ്ദേശശുദ്ധിയോടുകൂടെ എനിക്ക് സ്വർഗത്തിൽ കടക്കണം, എന്റെ കുട്ടി നാളെ സ്വർഗത്തിന്റെ അകലാകണം എന്ന് ചിന്തിച്ചിട്ട് ആ പേരിടുന്നവർക്ക് വലിയ മഹത്വമുണ്ട്, വലിയ മഹത്വമുണ്ട്. വേറെയും ഹദീസുകളുണ്ട്. മൻ, ഇതൊക്കെ ഹദീസിൽ കാണാം, കുറെ ദീർഘമായി പറയാൻ സമയം ഇല്ലാത്തതുകൊണ്ട്. മൻ വുലിദ ലഹു മൗലൂദുൻ ഫസമ്മാഹു മുഹമ്മദ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഒരാൾക്കൊരു കുട്ടി ജനിച്ചു, അങ്ങനെ അവന് മുഹമ്മദ് എന്ന് പേര് വെച്ചു. ഹുബ്ബല്ലി, എന്നോടുള്ള സ്നേഹം കൊണ്ട്, വെറുതെ പേര് വെച്ചല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് മുഹമ്മദ് എന്ന പേര് വെച്ചു. തബറുക്കൻ ബി, തബറുക്കൻ ബിസ്മി, എന്റെ പേര് കൊണ്ട് ബറക്കത്ത് കിട്ടാൻ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ മുഹമ്മദ് എന്ന പേര് വെച്ചാൽ കാന ഹുവ മൗലൂദുഹു ഫിൽ ജന്ന, അവനും, അതായത് ആ പേര് വെച്ച രക്ഷിതാവും ആ കുട്ടിയും സ്വർഗത്തിൽ കടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് കുറേ ഉണ്ട്. ഇത് നമ്മൾ പറയുമ്പോ ഇതൊക്കെ കെട്ടുകഥയാണ്, ഇതൊക്കെ ഉണ്ടാക്കി പറയാനൊക്കെ വാദിക്കുന്നവരൊക്കെ പുത്തനാശയക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ വാദിക്കുന്നുണ്ട്. ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇമാം ഖസ്സലാനി ഉദ്ധരിച്ചത് കാണാം, ഒരുപാട് പണ്ഡിതന്മാർ ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ബുർദ പ്രസീദത്തിൽ ബുർദ ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ പേര് മുഹമ്മദ് എന്നാണ്, യഥാർത്ഥ പേര് മുഹമ്മദ്. ആ ബൂസീരി ഇമാം ബൈത്തുണ്ടാക്കി, ബുർദ ഉണ്ടാക്കി അവസാന ഭാഗത്ത് പറയുന്നത് ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ നാസി ഔഫൽ ഖൽഖി ബിദ്ദിമമി. ഫഇന്ന ലീ ദിമ്മതൻ മിൻഹു ബിതസ്മിയതി മുഹമ്മദൻ വഹുവ ഔഫൽ ഖൽഖി ബിദ്ദിമമി. എന്താ, എനിക്കാകെയുള്ള പ്രതീക്ഷ ലഭിതങ്ങളുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ട്. എന്താ, എന്റെ പേര് മുഹമ്മദാണ്, അതാണ് പ്രതീക്ഷ. എനിക്കാകെയുള്ള പ്രതീക്ഷ എന്റെ പേര് മുഹമ്മദാണ് എന്നതാണ്, അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ മതി എനിക്ക് രക്ഷപ്പെടാനെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചെറിയ വിഷയമല്ല. അതുകൊണ്ടല്ലേ ആഖിറത്തിൽ വിളിക്കപ്പെടും, മഹ്ശറിൽ മുഹമ്മദ് എന്ന് പേരുള്ളവരൊക്കെ ഇവിടെ വരുമെന്ന് വിളിക്കപ്പെടും, അവരോട് സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടി പറയുന്ന ഹദീസിൽ കാണാം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾക്ക് 3 ആൺകുട്ടികൾ ജനിച്ചു. ഒരാൾക്ക് 3 ആൺകുട്ടികൾ ജനിച്ചിട്ട് ആർക്കും മുഹമ്മദ് എന്ന് പേര് വെച്ചില്ലെങ്കിൽ ജഹില, അവൻ ജാഹിലായി പോയി, വിവരദോഷിയാണ്, അവൻ വിവരമില്ലാത്തവനാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. അപ്പൊ നമ്മൾ നല്ല പേര് വെക്കുക. മുഹമ്മദ് എന്ന് മാത്രം പേര് വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, മുഹമ്മദ് എന്ന് കൂട്ടി തന്നെ പേര് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി മുഹമ്മദ് മാത്രം പേര് വെക്കാൻ വലിയ പുണ്യമായി, പക്ഷെ അതിനൊക്കെ ബഹുമാനിക്കണം. മുഹമ്മദിന് പേര് വെച്ചാൽ നമ്മളെല്ലാവരും കുഞ്ഞിന് മുഹമ്മദ് എന്നൊക്കെ ആക്കാൻ പാടില്ല, അതൊക്കെ ബഹുമാനിക്കണം. മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടവരുടെ അതവ് കൂടി ഹദീസ് ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അവർ ചീത്ത വിളിക്കാൻ, മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ട് ചീത്ത വിളിക്കാൻ പാടില്ല എന്നൊക്കെ ഹദീസുകളിലും ഗ്രന്ഥങ്ങളിലും കാണാം. ഏതാണെങ്കിലും നമുക്ക് ആൺകുട്ടികൾ ജനിക്കുകയാണെങ്കിൽ മുഹമ്മദ് എന്ന് കൂട്ടിയിട്ട് പേര് വെച്ചാൽ, അല്ലെങ്കിൽ അഹമ്മദ് എന്ന് കൂട്ടിയിട്ട് പേര് വെക്കുക,
അതല്ലെങ്കിൽ അബ്ദുള്ള, അബ്ദുറഹ്മാൻ തുടങ്ങിയ അള്ളാഹുവിന്റെ പേരുകളിലേക്ക് അബ്ദു എന്ന് ചേർത്തിട്ട് പേര് വെക്കുക. അതേപോലെ തന്നെ പ്രധാനമാണ് മഹാന്മാരുടെ പേര് വെക്കുക. ബദരീകളെ പേര് വെക്കുന്നത് കൊണ്ടാണ്. മഹാന്മാരുടെ പേര് ആ മഹാന്മാരുടെ ബറക്കത്ത് ഉദ്ദേശിച്ച് വെച്ചാൽ ആ ബറക്കത്ത് എപ്പോഴും ആ മഹാന്മാരുടെ ബറക്കത്ത് ആ കുട്ടികളിൽ ഉണ്ടാകുമെന്നാണ് ഇതൊക്കെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബദരീകളുടെ പേര് വെക്കുന്നു. മഹാന്മാരായ ഔലിയാക്കളുടെ പേര് വെക്കുന്നു. ഇമാം ഷിബിലി എന്ന് പേരിച്ച് വലിയ മഹാന സൂഫി, വലിയ മഹാനാണ്. ഹസൻ ബസരി എന്ന പേര് വലിയ മഹാനാണ്. ലോകങ്ങളുടെ താബിഈകളിൽ പ്രമുഖരാണ്. ബിഷുൽ ഹാഫി എന്ന കുട്ടികൾക്ക് പേര് വെക്കാറുണ്ട്. വലിയ മഹാനാണ്. ആത്മീയ ലോകത്തെ വലിയ മഹത്തുക്കളാണ്. ഇതൊക്കെ അവരുടെ ബറക്കത്ത് ഉദ്ദേശിച്ചിട്ട് പേര് വെക്കുന്നതിൽ വലിയ പുണ്യമുണ്ട്. അതിന്റെ ബറക്കത്തും പ്രതിഫലവും നമ്മുടെ ഈ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും എന്ന് മഹാന്മാരെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം പേര് വെക്കുക എന്ന കാര്യം പേരിങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക, പേര് വെക്കാതെ പേരിടാതെ കുറെ നീട്ടിക്കൊണ്ടുപോവുക, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പേരിട്ട് പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് 7ന്റെ അന്നും പേരിച്ചില്ല, മുടി കളയാലും ഒക്കെ കഴിഞ്ഞു, അപ്പീക്ക തുറക്കും, പേര് തീരുമാനമായിട്ടില്ല. അതെന്താ? അതിങ്ങനെ വെച്ച് നീട്ടിപ്പോവുകയാണ്. പേര് രണ്ടാം തീരുമാനമായില്ല, ഭാര്യയും ഭർത്താവും കൂടി. പെൺകുട്ടിയാണെങ്കിലും വേണം അങ്ങനെ പേര്. പെൺകുട്ടികളാണെങ്കിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരുടെ പേരുകൾ കൂട്ടിയിട്ടില്ല. ഫാത്തിമ, ആയിഷ, ഫാത്തിമ നിങ്ങളുടെ മകളുടെ പേര്, അല്ലെങ്കിൽ ആയിഷ എന്ന്, അല്ലെങ്കിൽ മഹത്തുക്കളായ ആരുടെയെങ്കിലും പേരുകൾ കൂട്ടിയിട്ടാൽ അതിന്റെ ബറക്കത്തുണ്ടാവും. ഇത് എന്തെങ്കിലും അങ്ങോട്ട് കൂട്ടിയിട്ടിട്ട് അർത്ഥമില്ലാത്ത പേരായി മാറാൻ പാടില്ല. അപ്പോ പേര് നീട്ടിക്കൊണ്ടുപോകരുത്. ചില ആൾക്കാർക്ക് 6 മാസം കഴിഞ്ഞിട്ട് പേരിട്ടിട്ടില്ല, പേര് തീരുമാനമായിട്ടില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് പേര് തീരുമാനമായിട്ടില്ല. അത് ഇസ്ലാമിക ആചാരമല്ല. ഞാൻ പറഞ്ഞു, പേരുടെ അഖീഖത്ത് അടക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ഉടനെ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ മധുരം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പേരിടലാണ് നല്ലത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ പ്രസവ ഗർഭത്തിന്റെ സമയത്ത് തന്നെ പേരൊക്കെ മനസ്സിൽ ധാരണ ഉണ്ടാകണം. ആൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ, പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആക്കാമെന്ന്. അല്ലെങ്കിൽ മഹത്തുക്കളുടെ കൊണ്ട് നാമോണ്ട് ഡീപ്പിക്കണം. എന്നാൽ പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. മഹത്തുക്കൾ, വലിയ ഉസ്താദുമാർ, അവരോട് ചോദിക്കുക. എത്രയോ ആളുകളുണ്ട്. ഷെയ്ഖുനാ റഈസുൽ ഉലമാ ഉസ്താദിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് കുഞ്ഞിനെ എന്താ പേരിടേണ്ടത്? അല്ലെങ്കിൽ ഷെയ്ഖുനാ എ പി ഉസ്താദിനോട് പറഞ്ഞു. അല്ലെങ്കിൽ ഏതെങ്കിലും ആലിമീങ്ങളോട് നമ്മൾ ചോദിച്ചു, സാധാത്തുക്കളോട് ചോദിച്ചു. ആ ഷെയ്ഖിനോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ പറഞ്ഞു തന്നാൽ പിന്നെ അതിനിങ്ങനെ വസ്വാസായി കളിക്കരുത്. കാരണം ആ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടില്ലേ? നമ്മൾ കേൾക്കാറുണ്ടല്ലോ, CM വലിയുന്നതാണ് ആ കുട്ടിക്ക് പേരിട്ടത്, CM വലിയുള്ള പേരിട്ട കുട്ടിയാണ്. ആ കുട്ടികൾക്ക് അങ്ങനെ പറക്കുന്നത് ജീവിതത്തിൽ കാണും. അത് CMന്റെ കുട്ടികളായിരിക്കും, CM വലിയ കുട്ടികളെ ആയിരിക്കും അത്. അതേപോലെ നമുക്ക് എത്ര അറിയാത്ത നമ്മുടെ തങ്ങളുടെ പാപ്പ വന്ന വീടാണെന്ന്. അപ്പൊ അവര് പേരിട്ടു എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്, വലിയ ഗൗരവം, വലിയ ബറക്കത്താണ്. ഈ എന്റെ കുട്ടിക്ക് എ പി ഉസ്താദിന്റെ പേരാണ്, ആ എ പി ഉസ്താദ പേരിട്ടത്. അപ്പൊ ആ ഒരു ബറക്കത്തയില്ലേ അവരെ. അപ്പൊ നമ്മൾ കണ്ടെത്തിയ ഒരു പേരിലേക്ക് നമ്മൾ അവരെ അങ്ങനെ അത് സമർത്ഥിക്കില്ല. നേരെ മറിച്ച് അങ്ങനെ മഹത്വമുള്ള ആരെങ്കിലും പേര് പറഞ്ഞാൽ അത് ഇടലായിരിക്കും അതിന്റെ അതബ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പേരിടുക മിൻ ഹഖിൽ വലദി അലൽ വാലിദി അൻ യുഹ്സിന ഇസ്മഹു, നല്ല പേരിടുക എന്നത് രക്ഷിതാക്കൾ മക്കളോട് കാണിക്കേണ്ട കടമയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പേരിലാണ് നമ്മുടെ മക്കൾ ഭാവിയിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഒരു സമൂഹത്തിൽ ഇസ്ലാമികമായിട്ടുള്ള അടയാളം അറിയപ്പെടുന്ന രൂപത്തിലുള്ള പേരുകളിലാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഇസ്ലാമിക ചിട്ടയിൽ തന്നെ ഇതൊക്കെ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അഖീഖത്ത് എന്ന വിഷയം, അറവ് നടത്തലും അഖീഖത്ത് അറക്കലും മുടി കളയലുമായി ബന്ധപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത ക്ലാസ്സോടുകൂടി നമ്മൾ ശിശുപരിപാലനം അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ആവശ്യമാകുമ്പോൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ഇൽമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. خل القرآن يسدده خلق القرآن ويرشده يسعى في العلم ويؤثره ويثابر فيه ويسنده.